അപ്പോൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റത്തെ ചാപ്റ്ററാണിത്, കസിൻസ് ഫ്രം അക്രോസ് ദ സീ. അപ്പോൾ ഇത് ലക്ഷദ്വീപ് എന്നിൽ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു കഥയാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇറ്റ് വാസ് ദ ലാസ്റ്റ് പീരിയഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് ശേഷം അവസാനത്തെ പീരീഡായിരുന്നു അന്ന്. സോന ടീച്ചർ ബീമഡ് അറ്റ് ഹെർ ചിൽഡ്രൻ. സോന ടീച്ചറുടെ ക്ലാസ്സിലേക്ക് ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിലേക്ക് ബീമഡ് പുഞ്ചിരിച്ചു കൊണ്ട് കയറി വരികയാണ്. ദ ചിൽഡ്രൻ റിയലൈസ്ഡ് ദാറ്റ് ദർ വാസ് സം ഗുഡ് ന്യൂസ് കമ്മിങ്. മിസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പം തന്നെ കുട്ടികൾക്ക് മനസ്സിലായി എന്തോ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്, നല്ല ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നത്. ചിൽഡ്രൻ, വി ആർ ഗോയിങ് ഫോർ എ സ്റ്റഡി ടൂർ നെക്സ്റ്റ് മന്ത്. കുട്ടികളെ, നമ്മൾ അടുത്ത മാസം ഒരു സ്റ്റഡി ടൂറ് പോകുന്നുണ്ട്. വേർ വുഡ് യു ലൈക്ക് ടു ഗോ? എങ്ങോട്ട് പോകാനാണ് നിങ്ങൾക്കിഷ്ടം? അപ്പോൾ ഇത് കേട്ടതോട് കൂടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്തു? ദ ഹോൾ ക്ലാസ് ചിയർഡ്. കുട്ടികൾക്കൊക്കെ ആഹ്ലാദമായി, സന്തോഷം കൊണ്ട് അവർ ശബ്ദമുണ്ടാക്കുകയാണ്. സ്റ്റഡി ടൂറോ എന്ന് ചോദിച്ചിട്ട്. ഇത് കേട്ടപ്പോൾ ആയിഷ റേസ്ഡ് ഹെർ ഹാൻഡ്. അപ്പം നമ്മുടെ മിസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകാൻ ഇഷ്ടം എന്നുള്ളത് അല്ലേ. അപ്പം ആയിഷ എന്ത് ചെയ്തു? ആയിഷ റേസ്ഡ് ഹെർ ഹാൻഡ്. ആയിഷൻ്റെ കൈ പൊക്കി. യെസ് ആയിഷ, എനി ഐഡിയാസ്? ആയിഷ, നിനക്ക് വല്ല ഐഡിയാസ് ഉണ്ടോ എങ്ങോട്ട് നമ്മൾ പോകേണ്ടത് എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വേർഡ്സുകൾ നോക്കാം. ബീംഡ്, പുഞ്ചിരിക്കുക. റിയലൈസ്ഡ്, മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായി. ഹോൾ ക്ലാസ് മുഴുവനും. ചീറിഡ്, ആഹ്ലാദിച്ചു. റേസിഡ്, ഉയർത്തി. അപ്പോൾ ആയിഷ പറയാണ്, ഷാൾ വി ഗോ ടു ലക്ഷദ്വീപ് മിസ്സേ, നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോയാലോ? വൈ ഡു യു ലൈക്ക് ടു ഗോ ലക്ഷദ്വീപ്? എന്തുകൊണ്ടാണ് നീ ലക്ഷദ്വീപിക്ക് പോകാൻ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. മൈ അങ്കിൾ വർക്ക്സ് ദെയർ. എൻ്റെ അങ്കിൾ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. ഹി ഈസ് എ സ്കൂൾ ടീച്ചർ. അദ്ദേഹം എന്താണ്? അവിടുത്തെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഹി സേസ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ആ സ്ഥലം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇത് കേട്ടപ്പോൾ ടീച്ചർ പറയാണ്, റിയലി? അതായത് ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ. ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. അത് നല്ലൊരു ഐഡിയ ആണ്. സോന ടീച്ചർ സ്മൈൽഡ്. ടീച്ചർ ചിരിച്ചുകൊണ്ട് പറയാണ്, സോ ഷാൾ വി ഗോ ടു ലക്ഷദ്വീപ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലക്ഷദ്വീപിൽ പോയാലോ എന്നുള്ള ഇതിൽ ടീച്ചർ പറയാണ്. അതായത് ഇതിൽ മിസ് കൊടുത്തിട്ടുള്ളൊരു വേർഡ് ഷാൾ വി ഗോ ടു ലക്ഷദ്വീപ്, അതായത് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോയാലോ എന്നുള്ള വേർഡാണ് കേട്ടോ. യെസ് മിസ്, ദ എൻറ്റയർ ക്ലാസ് ഷൗട്ടഡ് ഇൻ എ കോറസ്. ഇത് കേട്ടപ്പോൾ കുട്ടികൾ പറയുന്നു, അതേ മിസ് എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ച് പറയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ച് പറയാണ്. ഓൾ റൈറ്റ്, വി ഷാൾ ഗോ ടു ലക്ഷദ്വീപ്. എന്നാൽ ശരി, നമുക്ക് ദ്വീപിലേക്ക് പോകാം. ഡു യു നോ വാട്ട് ലക്ഷദ്വീപ് മീൻസ്? നിങ്ങൾക്കറിയോ എന്താണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീൻസ് അർത്ഥമാക്കുന്നത്? 1,00,000 ഐലാൻഡ്സ്, 1,00,000 ദ്വീപുകൾ. ആയിഷ ഹസാർഡഡ് എ ഗസ്. ആയിഷ സംശയത്തോടു കൂടി ഗസ് ചെയ്ത് പറഞ്ഞു. യെസ്, അതെ. ദ നെയിം സീംസ് ടു മീൻ ദാറ്റ്. പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് തന്നെയാണ്. ബട്ട് ദർ ആർ ഓൺലി 36 ഐലാൻഡ്സ്. എന്നാൽ അവിടെ എന്താണ്? ആകെ 36 ഐലാൻഡുകളുള്ളൂ. ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റും വെള്ളമായിരിക്കും, നടുവിൽ മാത്രം ഒരു കരഭാഗം അല്ലേ, ആ കരയിലാണ് ആളുകൾ ജീവിക്കുക. ആ കരയുള്ള ഭാഗത്തിനാണ് എന്ത് പറയാം? ദ്വീപ് എന്ന് പറയാം. ആൻഡ് ഓൺലി 10 ഓഫ് ദം ആർ ഇൻഹെബിറ്റഡ്. അപ്പോൾ അതിൽ 10 ദ്വീപുകളിൽ മാത്രമേ ആൾ താമസമുള്ളൂ. ഡു യു നോ ദ ഐലൻഡേഴ്സ് കോൾ കേരള കര? അതായത് നിങ്ങൾക്കറിയാമോ, ഐലൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഐലൻഡിൽ താമസിക്കുന്ന ആളുകളെയാണ് ഐലൻഡേഴ്സ് എന്ന് പറയുക. അവർ കേരളത്തെ, നമ്മുടെ കേരളത്തെ പറയുന്നത് കര എന്നാണ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ഐലൻഡേഴ്സ്. കാരണം അവർ ജീവിക്കുന്നത് എവിടെയാണ്? ദ്വീപിലാണ് അല്ലേ, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദേ കൺസിഡർ ദംസെൽവ്സ് ലിവിങ് ഇൻ വാട്ടർ. അവരെ കൺസിഡർ ചെയ്യുന്നത് വെള്ളത്തിൽ ജീവിക്കുന്നവരായിട്ടാണ്. വൈ ഡു പീപ്പിൾ വിസിറ്റ് ദ ഐലാൻഡ്? എന്തുകൊണ്ടാണ് ഈ ദ്വീപ് എല്ലാ ആളുകളും പോയി സന്ദർശിക്കുന്നത്? നെവിൻ വാണ്ടഡ് ടു നോ. നെവിന് അത് അറിയാനെന്ന് ഒരു തോന്നി. അതെന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ ആളുകളും ഈ ദ്വീപ് വന്ന് കാണുന്നത് എന്നുള്ളത് ഒരു സംശയം ആർക്ക് വരികയാണ്? നെവിനെ വന്നിട്ട് നെവിൻ ചോദിക്കുകയാണ്. അടുത്ത കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സ് പരിചയപ്പെടാം. ദംസെൽവ്സ്, അവർ സ്വയം. എൻറ്റയർ, മുഴുവൻ.
ഇൻഹെബിറ്റഡ് താമസിക്കുന്ന, ഐലാൻഡ് ദ്വീപ്, കോറസ് വിളിച്ചു പറയുക, കൺസിഡർ പരിഗണിക്കുക. ദേ ആർ ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് സ്പോട്ട്, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ദ സീ അറൗണ്ട് ദം ഈസ് എ പ്ലസിംഗ് ബ്ലൂ ഇൻ കളർ. അപ്പം ഈ കടലിലെ ലക്ഷദ്വീപിലുള്ള കടലിലെ വെള്ളം എങ്ങനെയാണ്? നല്ല തെളിഞ്ഞ, അതായത് നല്ല ബ്ലൂ കളറിലുള്ള വെള്ളമാണ്. ദർ ഈസ് ഓൾവേസ് എ പ്ലസൻറ്റ് ബ്രീസ് ബ്ലോയിങ്. എപ്പോഴും അവിടെ എന്താണ്? ഇളം കാറ്റിങ്ങനെ വീശുന്ന സ്ഥലമാണ്. ദ ഐലാൻഡ് ആർ ഫുൾ ഓഫ് കോക്കനട്ട് പാംസ്. ഐലാൻഡ് മുഴുവനും എന്താണ്? തെങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഫുള്ളാണത്. സം ഐലാൻഡ്സ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സ്കൂബ ഡൈവിങ്. ചില ദ്വീപുകളിൽ അവർ സ്കൂബ ഡൈവിങ്ങിനുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡു യു നോ വാട്ട് സ്കൂബ ഡൈവിങ് ഈസ്? നിങ്ങൾക്കറിയോ എന്താണ് ഈ സ്കൂബ ഡൈവിങ് എന്ന് പറഞ്ഞാൽ? ഓക്കെ. ദ ചിൽഡ്രൻ ഷുക്ക് ദെയർ ഹേർഡ്സ്. കുട്ടികൾ എന്ത് ചെയ്തു? തല ഇങ്ങനെ കുലുക്കി അല്ലെങ്കിൽ ആട്ടി, അവർക്കറിയില്ല എന്ന് പറഞ്ഞിട്ട്. സ്കൂബ സ്റ്റാൻഡ്സ് ഫോർ സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. അപ്പം സ്കൂബ ഡൈവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. അതായത് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ, കടലിൻ്റെ അടിയിലേക്ക് നമ്മളൊരു സ്വിമ്മിങ് സൂട്ട് പോലത്തെ ഒരു ഡ്രസ്സും അതിൻ്റെ കൂടെ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിലെ അടിയിലേക്ക് പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കടലിൻ്റെ അടിയിലുള്ള നമുക്ക് കാണാൻ കഴിയാത്ത പല സാധനങ്ങളും ആ കടലിൻ്റെ താഴെ നിന്നും അടിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പോകുന്നതിനെയാണ് എന്ത് പറയുക? സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിതിൽ കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. എറൗണ്ട് ചുറ്റും, പ്ലസിംഗ് മനോഹരമായ, ബ്രീസ് ഇളം കാറ്റ്, ബ്ലോവിങ് വീശുന്നു, ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ, അപ്പാരറ്റസ് ഉപകരണം, വിച്ച് കണ്ടെയ്ൻ ഓക്സിജൻ ഫോർ ബ്രീത്തിങ് അണ്ടർ വാട്ടർ. അതായത് നമ്മൾ ഈ സിലിണ്ടർ, ഓക്സിജൻ്റെ സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നത്. അപ്പം നമുക്കറിയാം അല്ലേ, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ വെള്ളത്തിൻ്റെ അടിയിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് പോകുന്നത്. യു ക്യാൻ ദെൻ ഡൈവ് അണ്ടർ വാട്ടർ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രസ്സും അല്ലെങ്കിൽ ഈ അപ്പാരറ്റസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വെള്ളത്തിൻ്റെ അടിയിൽ ഡൈവ് ചെയ്യാൻ, നീന്തി പോകാനൊക്കെ കഴിയും. യു ക്യാൻ സീ ദ സൈഡ്സ് അണ്ടർ വാട്ടർ ഫോർ സം ടൈംസ്. നമുക്ക് കുറച്ച് സമയം എന്താണ്? വെള്ളത്തിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, പലതരം മീനുകളെ, അതുപോലെ തന്നെ പവിഴപ്പുറ്റുകൾ, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും എന്തുണ്ട്? വെള്ളത്തിൻ്റെ, കടലിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ കഴിയും. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതൊരു എന്താ പറയുക? അതിമനോഹരമായ, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണത്. ഹൗ ഡു വി ഗോ ടു ദ ഐലാൻഡ്സ്? നമ്മൾ എങ്ങനെ ഈ ഐലൻഡ്സിൽ എത്തിച്ചേരും അല്ലെങ്കിൽ പോകും? അപർണ ജോയിൻ ദ ഡിസ്കഷൻ. അപർണ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ദർ ആർ ഷിപ്പ് വിച്ച് ടേക്ക് അസ് ടു ദ ഐലാൻഡ് ഫ്രം കൊച്ചി. അപ്പോൾ നമ്മുടെ ടീച്ചർ പറയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊച്ചിയിൽ നിന്നും ഷിപ്പ് വഴി പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഐലാൻഡ്സ് അഗത്തി ഹാസ് ആൻ എയർപോർട്ട്. അവിടെയുള്ള ലക്ഷദ്വീപിലുള്ള മറ്റൊരു ഐലൻഡാണ് അഗത്തി. ആ അഗത്തിയിലേക്ക് എന്തുണ്ട്? അവിടെ എയർപോർട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് വഴിയും പോകാം. ദർ ആർ റെഗുലർ ഫ്ലൈറ്റ്സ് ടു ബാംഗ്ലൂർ ആൻഡ് ബാക്ക് വിത്ത് എ സ്റ്റോപ്പ് അറ്റ് കൊച്ചി. ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിയിൽ സ്റ്റോപ്പും ഉണ്ട്. ദ സ്റ്റുഡൻസ് വേർ നൗ ഗാസിങ് ഈഗർലി അറ്റ് സോന ടീച്ചർ. ഇതൊക്കെ കേട്ടപ്പോൾ കുട്ടികൾ സോന ടീച്ചർ ഇങ്ങനെ ആകാംക്ഷയോട് കൂടി ഇങ്ങനെ അല്ലെങ്കിൽ തുറച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇതൊക്കെ കേട്ടപ്പോൾ. ഓക്കെ, നമുക്ക് ഇന്നത്തെ കുറച്ച് വേർഡ് മീനിങ്സ് നോക്കാം. ബ്രീത്തിങ് ശ്വസിക്കുക, ഡൈവ് മുങ്ങുക, എക്സ്പീരിയൻസ് അനുഭവം, ഗാസിങ് നോക്കുക, അതിൽ നോക്കുന്നു, ഈഗർലി ആകാംക്ഷയോടെ. ഐ ഡു നോട്ട് തിങ്ക് യു ഹാവ് സ്പോക്കൺ ടു എനി ഐലൻഡർ. അപ്പോൾ ടീച്ചർ പറയാണ്, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ദ്വീപവാസികളായിട്ട് അല്ലെങ്കിൽ ദ്വീപിൽ താമസിക്കുന്ന ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടെന്ന്. പീപ്പിൾ ഇൻ 9 ഓഫ് ദ ഐലൻഡ്സ് സ്പീക്ക് മലയാളം. അവിടുത്തെ 9 ദ്വീപിലുള്ള ആളുകളും സംസാരിക്കുന്നത് എന്താണ്? മലയാളം ലാംഗ്വേജാണ്. ദെയർ മലയാളം ഈസ് കോൾഡ് ജസേരി. അവരുടെ മലയാളത്തിന് പറയുന്ന പേരാണ് എന്ത്? അവരുടെ ഭാഷ മലയാളം തന്നെയാണ്, പക്ഷേ ആ മലയാളത്തിന് ഒരു പേര് പറയും. എന്താണ്? ജസരി എന്നാണ് അവരുടെ മലയാളത്തിന് പറയുന്നത്. ഇറ്റ്സ് കംസ് ഫ്രം ദ വേർഡ് ജസർ വിച്ച് മീൻസ് ഐലാൻഡ്. ഇത് ജസർ എന്നുള്ള വേർഡിൽ നിന്നാണ് ജസരി എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. ജസർ എന്ന് പറഞ്ഞാൽ ഐലാൻഡ് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അവർ മലയാളം ഇൻ കേരള.
അതായത് നമ്മുടെ കേരളത്തിൽ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവരുടെ ജസരി മലയാളം. ഓക്കെ, ബട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. വെൻ ആൻ ഐലൻഡർ സേസ് ഞാൻ ഫോട്ടെ ഡോണ്ട് ബി പസിൽഡ്. അതായത് നിങ്ങൾ ആരെങ്കിലും ഐലാൻഡിൽ, ലക്ഷദ്വീപിലുള്ള ഐലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആരെങ്കിലും ഞാൻ ഫോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തെറ്റ് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കരുത്. ദേ മീൻ ഞാൻ പോട്ടെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പോട്ടെ എന്നാണ്. ഇൻ മിനിക്കോയ് ഐലാൻഡ് ദേ സ്പീക്ക് എ ലാംഗ്വേജ് കോൾഡ് മഹൽ. അവിടുത്തെ മറ്റൊരു ഐലാൻഡിൻ്റെ പേരാണ് മിനിക്കോയ്. ഈ മിനിക്കോയ് ഐലാൻഡിലുള്ള ഒരു ലാംഗ്വേജ്, ഒരു മലയാളത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഭാഷയുടെ പേരാണ് മഹൾ. ബട്ട് മലയാളം ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ഇൻ ഓൾ ദ ഐലാൻഡ്സ്. അതായത് ഈ മിനിക്കോയ് ഐലാൻഡിലെ ഭാഷയാണ് മഹൽ. പക്ഷേ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എന്നാൽ ആ ഭരണഘടനൻ്റെ, ലക്ഷദ്വീപ് ഭരണഘടനൻ്റെ മെയിൻ ലാംഗ്വേജ് എന്താണ്? മലയാളം തന്നെയാണ്. പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നുണ്ടെങ്കിൽ മലയാളം തന്നെയാണ്. നമുക്ക് കുറച്ച് വേർഡ്സുകളുടെ മീനിങ്സ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണസംബന്ധമായ അല്ലെങ്കിൽ ഭരണരീതിയിലുള്ള. ലാംഗ്വേജ്, ഭാഷ. സ്ലൈറ്റ്ലി, കുറച്ച്. മൈ മദർ ഹാസ് ആൻ ഐലൻഡർ ഫ്രണ്ട്. ശാന്തി ബ്രോക്ക് ഹെർ സൈലൻസ്. അപ്പോൾ ക്ലാസ്സിൽ കുറച്ച് സമയം ഇങ്ങനെ കുട്ടികളൊക്കെ മിണ്ടാതെ സൈലൻ്റ് ആയിരിക്കുക. അപ്പോൾ ആ സമയത്ത് ശാന്തി അത് ബ്രോക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞു, മൈ മദർ ഹാസ് ആൻ ഐലൻഡർ ഫ്രണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഒരു ദ്വീപിൽ താമസിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ഷീ കെയിം ഹോം വൺസ്. അവരൊരു വട്ടം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷീ സാഡ് ദ ഐലൻഡേഴ്സ് ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അവർ പറഞ്ഞു എന്ത്? ഐലൻഡർ, അതായത് ദ്വീപവാസികൾ എന്താണ്? ധാരാളം ഫിഷ് കഴിക്കുമെന്ന് പറഞ്ഞു. യെസ്, യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ആര് പറയുകയാണെങ്കിൽ ടീച്ചർ പറയാണ് നീ പറഞ്ഞത് ശരിയാണ്. ദേ ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അവർ ധാരാളം മീനുകൾ കഴിക്കും. ഫിഷിംഗ് ഈസ് വൺ ഓഫ് ദെയർ ചീഫ് ഒക്കുപ്പേഷൻ. മീൻ പിടുത്തമാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ. ദെയർ സ്റ്റേബിൾ ഫുഡ് ഈസ് റൈസ് ആൻഡ് ഫിഷ്. അവരുടെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചോറും മീനുമാണ്. സം ഓഫ് ദ ഫിഷ് ദേ ക്യാച്ച് ആർ കാൻഡ് ആൻഡ് എക്സ്പോർട്ടഡ്. പിന്നെ എന്ത് ചെയ്യും അവർ പിടിക്കുന്ന ഫിഷ്, മീനിനെ എന്ത് ചെയ്യും? അവർ എക്സ്പോർട്ട് ചെയ്യും, കയറ്റുമതി ചെയ്യും. അതായത് നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഫോറിൻ കൺട്രീസൊക്കെ പോയി കഴിഞ്ഞാൽ ടിന്നിൽ ക്യാൻ ചെയ്തിട്ട്, അതായത് ക്യാനിഡ് പറഞ്ഞാൽ ടിന്നിലാക്കിയിട്ടുള്ള ഫിഷുകൾ, ഫ്രഷ് ഫിഷുകളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഇവരെന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷുവർലി യു വുഡ് ഹാവ് ടേസ്റ്റഡ് ദ ട്യൂണ ഫിഷ് ഫ്രം ദ ഐലാൻഡ്സ്. നമ്മൾ ഉറപ്പായിട്ടും ട്യൂണ ഫിഷൊക്കെ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത് വരുന്നത് എവിടെ നിന്നാണ്? ഐലാൻഡ്സ്, ദ്വീപുകളിൽ നിന്നാണ്. ദേ ഗെറ്റ് എ ലാർജ് വെറൈറ്റി ഓഫ് ഫിഷ്. അവിടെ എന്താണ്? അവിടെ ഒരുപാട് വെറൈറ്റി, വിവിധ പലതരത്തിലുള്ള ഫിഷുകൾ കിട്ടും. ഇൻ ദ ലഗൂൺസ് അറൗണ്ട് ദ ഐലാൻഡ്സ് ദെയർ ആർ പ്ലെൻറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഫിഷ് ടു. ദ്വീപിന് ചുറ്റുമുള്ള തടാകം, അതാണ് ലഗൂൺസ്. തടാകത്തിന് എന്താവും? ഫ്രഷ് വാട്ടർ ഫിഷ് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണത്. ഡു ഓൾ പീപ്പിൾ ഇൻ ദ ഐലാൻഡ്സ് ലിവ് ബൈ ഫിഷിംഗ്? രേവതി ഹാഡ് എ ജെന്യുയിൻ ഡൗട്ട്. അതായത് ഈ ദ്വീപിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരേ ജോലിയാണോ? ഫിഷിംഗ് ആണോ? മീൻപിടുത്തം തന്നെയാണോ ജോലി? രേവതിക്കൊരു നല്ലൊരു സംശയം തോന്നി. നമുക്കിതിൽ കുറച്ച് വേർഡ് മീനിങ്സ് നോക്കാം. ചീഫ്, പ്രധാനപ്പെട്ട. ഒക്കുപ്പേഷൻ, ജോലി. എ ലോട്ട് ഓഫ്, ധാരാളം. എക്സ്പോർട്ടഡ്, കയറ്റുമതി. ലഗൂൺസ്, തടാകങ്ങൾ. സ്റ്റേബിൾ, സ്ഥിരമായി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ടീച്ചർ പറയാണ്, നോ മേക്കിംഗ് കയർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഒക്കുപ്പേഷൻ. അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ജോലിയാണ് എന്ത്? കയറുണ്ടാക്കുക. അതായത് ചകിരി നാരിൽ നിന്നും കയറുണ്ടാക്കുന്നത് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ജോലിയാണ്. ആൻഡ് യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദ്വീപ് ചക്കര, ദ ജാഗരി ദേ ഗെറ്റ് ഫ്രം കോക്കനട്ട് പാംസ്. അതുപോലെ തന്നെ ദ്വീപ് ചക്കര എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ജാഗിരി, നമ്മുടെ ശർക്കര പോലത്തെ ശർക്കരയാണ്. അതിന് പറയുന്ന പേരാണ് ദ്വീപ് ചക്കര. അതെന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? തെങ്ങിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് ടേസ്റ്റഡ് ദ്വീപ് ചക്കര. ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും എന്താണ്? ദ്വീപ് ചക്കര ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ടുഡേ there are many doctors, teachers and government servants among the islanders. അതായത് ഇന്നിപ്പം അതുപോലെയുള്ള ആ ദ്വീപിൽ എന്താണ്? ഒരുപാട് ഡോക്ടർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ജോലിയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എവിടെയുണ്ട്? ഈ ദ്വീപവാസികളായിട്ടുണ്ട്. മെനി ഓഫ് ദം വർക്ക് ഇൻ കേരള ആൻഡ് അതർ സ്റ്റേറ്റ്സ് ടു. ആഡഡ്
ദ ടീച്ചർ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ലക്ഷദ്വീപിലുള്ള ഇതുപോലെ ഡോക്ടേഴ്സും ഗവൺമെൻറ്റിലുള്ള ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ടീച്ചേഴ്സൊക്കെ അധികവും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് മറ്റുള്ള സംസ്ഥാനങ്ങളിലും അവർ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കിതിലത്തെ കുറച്ച് വേർഡ് മീനിങ് നോക്കാം. ജെന്യുയിൻ സത്യസന്ധമായ, കയറന്നെ ഗവൺമെൻറ് സെർവൻറ്റ് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ. വാട്ട് ഡു ദേ ഗ്രോ ഇൻ ദ ഐലാൻഡ്സ്? ഇനി ഈ ദ്വീപിൽ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ ജിഷ. ബ്രിട്ടീഷ് പറയാണ് നല്ലൊരു ക്വസ്റ്റ്യനാണിത്. ആരാ ചോദിച്ചിട്ടുള്ളത്? ജിഷ. ദേ ഓൺലി ഗ്രോ കോക്കനട്ട് പാംസ്. അവിടെ എന്താണ്? ലക്ഷദ്വീപിൽ വെറും തെങ്ങാണ് അവർ നട്ടുപിടിപ്പിക്കുന്നത്. കോക്കനട്ട് ഈസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഡിഷസ്. അവരുടെ ഒരുവിധം എല്ലാ ഭക്ഷണത്തിലും അവരെന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. എവറിത്തിങ് എൽസ് ഈസ് ഇമ്പോർട്ടഡ് ഫ്രം കേരള. റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡഡ്. ഓക്കെ, ബാക്കി മറ്റുള്ള എല്ലാ സാധനങ്ങളും, അതായത് അരി, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുള്ള സാധനങ്ങളൊക്കെ അവർ അവരുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അവർ ഇറക്കുമതി ചെയ്യുന്നത്. ഈസ് ദർ എനിത്തിങ് എൽസ് ടു സീ ഇൻ ദ ഐലാൻഡ്? ഇനി ഈ ഐലാൻഡിൽ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഈ പേജത്തെ കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സും നോക്കാം. ഇൻക്ലൂഡഡ് ഉൾപ്പെടുത്തുക, ഗ്രോ വളരുക, ഇൻഗ്രീഡിയൻസ് ചേരുവ, ഡിഷസ് വിഭവങ്ങൾ. ഈ ദ്വീപിൽ മറ്റെന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ആര് ചോദിക്കുകയാണ്? ആസിം ചോദിക്കുകയാണ്. ടീച്ചർ പറയാണ്, യെസ് ആസിം, ദർസ് എ മറൈൻ അക്വേറിയം ആൻഡ് മ്യൂസിയം അറ്റ് കവരത്തി, ദ ക്യാപിറ്റൽ. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലാണ് കവരത്തി. അപ്പം ഈ കവരത്തിയിൽ എന്തുണ്ട്? ഒരു മറൈൻ അക്വേറിയം ഉണ്ട്, മ്യൂസിയം ഉണ്ട് എന്ന് പറയാണ്. ദർ യു ക്യാൻ ലേൺ അബൌട്ട് ദ ഐലാൻഡ് മറൈൻ ലൈഫ്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കടൽ ജീവിതം പഠിക്കാൻ സാധിക്കും. ലക്ഷദ്വീപ് ഹാസ് എ റിച്ച് മറൈൻ ലൈഫ് ഇൻക്ലൂഡിങ് ഫിഷ്, ടർട്ടിൽ ആൻഡ് ഡോൾഫിൻസ്. ലക്ഷദ്വീപിൽ ഒരുപാട് കടൽ ജീവികളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഫിഷ് ഉണ്ട്, അതായത് മീനുകൾ, പലതരത്തിലുള്ള മീനുകൾ, ടർട്ടിൽ ആമകളുണ്ട്, ആൻഡ് ഡോൾഫിനുകളുമുണ്ട്. ലക്ഷദ്വീപ് ഈസ് ഓൾസോ ആൻ എക്സൈറ്റിംഗ് ഡെസ്റ്റിനേഷൻ ഫോർ മറൈൻ എക്സ്പ്ലോറേഷൻ. സമുദ്ര പര്യവേക്ഷണത്തിന് ലക്ഷദ്വീപ് ഒരു നല്ല ആവേശകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഡു യു നോ ദ ലക്ഷദ്വീപ് ഐലാൻഡ് ആർ ആക്ച്വലി കോറൽ അറ്റോൾസ്? ലക്ഷദ്വീപുകൾ യഥാർത്ഥത്തിൽ പവിഴ ദ്വീപുകളാണെന്ന് നിങ്ങൾക്കറിയാമോ? ദ ലഗൂൺസ് ആർ എ സൈറ്റ് യു വിൽ നെവർ ഫോർഗെറ്റ്. ലക്ഷദ്വീപിലുള്ള തടാകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചയായിരിക്കും. അത്രയും നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു തടാകങ്ങളാണ് അവിടെയുള്ളത്. പെർഹാപ്സ് യു മേ ബി ഏബിൾ ടു മീറ്റ് സം ഓഫ് ദ ഫേമസ് ഐലാൻഡേഴ്സ് ടു. ദർ ആർ റൈറ്റേഴ്സ്, പെയിൻറ്റേഴ്സ് ആൻഡ് ഫിലിം മേക്കേഴ്സ് ഫ്രം ദ ഐലാൻഡ്സ്. ഒരുപക്ഷെ നമ്മൾ ലക്ഷദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശസ്തരായിട്ടുള്ള ചില ദ്വീപുവാസികളെ കണ്ടുമുട്ടാൻ കഴിയും. അതായത് ആ ദ്വീപിലുള്ള ആളുകൾ അവരെങ്ങനത്തെവരായിരിക്കും? എഴുത്തുകാർ, ചിത്രം വരയ്ക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ചലച്ചിത്ര നിർമ്മാതാക്കൾ എന്നിവരൊക്കെ എവിടെയുണ്ട്? ലക്ഷദ്വീപിലുണ്ട്. ഹു ആർ വെൽ നോ ഇൻ ദ കൺട്രി ആൻഡ് അബ്രോഡ്. അവർ രാജ്യത്തും വിദേശത്തൊക്കെ അറിയപ്പെടുന്നവരാണ്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ന്യൂ വേർഡ്സ് നോക്കാം. മറിയൻ എന്ന് പറഞ്ഞാൽ കടൽ അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയാം. അബ്രോഡ് വിദേശം അല്ലെങ്കിൽ വിദേശത്ത്. ഡെസ്റ്റിനേഷൻ നമ്മൾ ചെല്ലേണ്ട സ്ഥലം. എക്സ്പ്ലോറേഷൻ പര്യവേക്ഷണം. പെർഹാപ്സ് ഒരുപക്ഷെ. സോന ടീച്ചർ സ്കാൻ ദ ഫേസസ് ഓഫ് ദ ചിൽഡ്രൻ. സോന ടീച്ചർ എല്ലാ കുട്ടികളുടെയും മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. ദേ ഓൾ ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ആവേശത്തിലാണ്. സോ ഓഫ് വി ഗോ ടു ലക്ഷദ്വീപ് in 3 weeks time. Please get your parents' permission. അപ്പോൾ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകണം. നിങ്ങൾ ദയവായി നിങ്ങളുടെ രക്ഷിതാക്കളോട് എന്ത് ചോദിക്കണം? പെർമിഷൻ, അനുവാദം ചോദിക്കണം. വി വിൽ കോൺടാക്ട് ദ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ടു ഗെറ്റ് ദ ടൂർ പെർമിറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യട്ടെ? ലക്ഷദ്വീപിലുള്ള ഭരണഘടന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ വിളിച്ചിട്ട് ടൂറിനുള്ള പെർമിറ്റ് അനുമതി വാങ്ങട്ടെ എന്ന് പറയാണ്. ലെറ്റ്സ് യൂസ് എ ബോൺ വോയേജ്. അപ്പം അവരെല്ലാവരോടും ശുഭയാത്ര നേരുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിലുള്ള ന്യൂ വേർഡ്സ് നോക്കാം. ബോൺ വോയേജ്
ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ ശുഭയാത്ര നേരാണ്. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അനുമതി. സ്കാനഡ് സൂക്ഷ്മമായി നോക്കുക.